അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗസയിലെ വംശഹത്യയെക്കുറിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പാകിസ്ഥാൻ അടക്കമുള്ള പല ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രങ്ങളിലും ഗസയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തന്നെ ആയിട്ട് അവർ നടിക്കുന്നില്ല, അവർ ഭാവിക്കുന്നില്ല. പാകിസ്ഥാനിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഔദാര്യം കൊണ്ട് മാത്രം ഭരണത്തിൽ കയറിയ ഒരു പാർട്ടിയാണ് നവാസ് ഷെരീഫിന്റെ പാർട്ടി. നവാസ് ഷെരീഫിന്റെ അനുജൻ അവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഗസയിലെ വംശഹത്യക്കെതിരെ ഒരക്ഷരം മിണ്ടിയാൽ അതിന്റെ തിക്തഫലം പാകിസ്ഥാൻ ഭരണകൂടം അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമായി തന്നെ അവർക്കറിയാം. അതുകൊണ്ട് അവർ നിശബ്ദരാണ്. അവർ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അവർ ഒന്നും പറയുകയുമില്ല. ഇതാണ് അവരുടെ നയം. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫലസ്തീന് വേണ്ടിയിട്ടുള്ള, ഫലസ്തീന് അനുകൂലമായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യം സ്വീഡനാണ്. സ്വീഡനിൽ ഇപ്പോഴും ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ ആഗോള ജനത, ലോക ജനത പ്രതിഷേധിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വീഡനിൽ നിശബ്ദമായി ഒരക്ഷരം ഉരിയാടാതെ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീഡനാകട്ടെ ക്രൈസ്തവർക്കും യഹൂദർക്കും മേൽക്കൈയുള്ള രാജ്യങ്ങളാണ്. അവിടെയും യഹൂദരും ക്രൈസ്തവരും ഫലസ്തീനിലെ കഷ്ടത അനുഭവിക്കുന്ന ഫലസ്തീൻ നിവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ, ഞങ്ങൾ മുസ്ലിം റിപ്പബ്ലിക്കാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന സൗദി അറേബ്യയെ പോലുള്ള, പാകിസ്ഥാനെ പോലുള്ളവർ അമേരിക്കക്കും ഇസ്രയേലും ചൂട്ടുപിടിക്കുകയാണ്. അവർക്ക് വലുത് അവരുടെ ഭരണമാണ്. ഇപ്പോൾ 2 ദിവസം മുൻപാണ് ഫലസ്തീനിലെ അൽ സവാര പ്രദേശത്ത് സിവിലിയൻ കാറിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നുസൈറാത്തിലെ അൽ ഔദ ആശുപത്രിയിൽ നിന്നും പിറവി കണ്ട ഒരു രക്തസാക്ഷി മുഹമ്മദ് നാസർ അത്തിവിയുടെ ഫുൾ നെയിം പറഞ്ഞാൽ മുഹമ്മദ് നാസർ അബു അൽ അത്തിവി. അതുപോലെ തന്നെ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം സ്വീഡന്റെ മുക്കിലും മൂലയിലുമെല്ലാം ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രകടനത്തിന്റെ ഒരു ദൃശ്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആഗോള ജനത ഇതിൽ പ്രതിഷേധിക്കാത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വീഡനിൽ 2 ദിവസം മുൻപ് നടന്ന ഈ പ്രതിഷേധ പ്രകടനം. ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെയാണ് അവർ ഈ പ്രകടനം നടത്തുന്നത്. അതും ഒന്ന് കണ്ടു നോക്കും. ഏതായാലും ഗസയുടെ അനുഭവം ആഗോള ജനതയ്ക്കൊരു പാഠമാണ്. മനുഷ്യന് ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരോട് സഹതാപം തോന്നിയാൽ കിട്ടുന്ന ശിക്ഷയാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ യഹൂദ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ അവിടെ നിന്നും പലായനം ചെയ്തവരെ ആരും സ്വീകരിക്കാതെ വന്ന സമയത്ത് അവർക്ക് അഭയം കൊടുത്ത രാജ്യമാണ് ഫലസ്തീൻ. ആ അഭയം കൊടുത്ത രാജ്യത്തെ തന്നെയാണ് ജൂത സമൂഹം കുത്തി നോവിക്കുന്നത്. ഇന്ന് ഫലസ്തീനികൾ അഭയാർത്ഥികളും യഹൂദന്മാർ മണ്ണിന്റെ മക്കളുമായി മാറിക്കഴിഞ്ഞു. ഇത് ലോക ജനതയ്ക്ക്, പ്രത്യേകിച്ച് ആഗോള മുസ്ലിം സമൂഹത്തിന് ഇതൊരു പാഠമായിരിക്കണം. ഇത്തരക്കാരെ സഹായിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുവേണം ഇത്തരം യഹൂദ വിഭാഗങ്ങളെ സഹായിക്കാൻ. എന്നാൽ യഹൂദന്മാരിൽ നല്ല മനുഷ്യർ ധാരാളമുണ്ട്, ക്രൈസ്തവരിലുമുണ്ട്, എല്ലാ ജാതി മത വിഭാഗത്തിലുമുണ്ട്. അതും നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. കാടടച്ച് വെടിവെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.